യെല്ലോ ഗായ്സ്. അപ്പം ഞാനിങ്ങനെ ചെറുതായിട്ട് എൻ്റെ യൂട്യൂബ് ജേണിയിൽ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടാവും എൻ്റെ ആ റിംഗ് ലൈറ്റ് വാങ്ങിച്ചത്. എൻ്റെ കണ്ണിലേക്ക് കാണുന്നില്ലേ, കണ്ണട പോലും വെക്കാൻ പറ്റുന്ന അവസ്ഥയാണ്, കാരണം ഭയങ്കര ഗ്ലെയർ അടിക്കുന്നുണ്ട്. അത് എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം റിംഗ് ലൈറ്റ് വാങ്ങിച്ചു, സ്റ്റാൻഡ് വാങ്ങിച്ചു, ഇനി ഒരു മൈക്ക് വാങ്ങിക്കണം എന്നുള്ള ഒരു തത്രപ്പാടിലായിരുന്നു. അപ്പം ഞങ്ങൾ ലുലു മോളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഈ കോഴിക്കോട് ലുലു മോളിൽ തുടങ്ങിയതിന് ശേഷം ഇതുവരെ പോയിട്ടില്ല. കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് നല്ലോണം, അതുകൊണ്ടാണ് നമുക്ക് അവിടെ എത്തിപ്പെടാനുള്ളൊരു പാടുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു ലുലു കണക്റ്റിൽ വയർലെസ് മൈക്ക് കിട്ടും, അപ്പോൾ അവിടെ പോയി ഒന്ന് നോക്കി വെക്കുന്നത് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പോവാണ്. കുറേ കഷ്ടപ്പെട്ടു കേട്ടോ ഒരു എൻട്രി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ആ ഭാഗത്തേക്ക് അധികം പോയ ശീലമില്ലാത്തതുകൊണ്ട്, പിന്നെ വിജൃംഭിച്ച് കിടക്കുന്ന ലുലു മോളായതുകൊണ്ട്. അപ്പം അങ്ങനെ ഫൈനലി എടുത്ത് അങ്ങോട്ട് നമ്മൾ എൻട്രി കണ്ടിട്ടുണ്ട്, അതിലേക്ക് ഇങ്ങോട്ട് കയറുകയാണ്. അപ്പം മൈക്കിനെക്കാട്ടും മുന്നേ നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ കയറി ഉടനെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ് കേട്ടോ. അപ്പം ഫുഡ് കോർട്ടാണെങ്കിൽ പല പല തരത്തിലുള്ള സാധനങ്ങൾ ഇങ്ങനെ നേരത്തെ അങ്ങോട്ട് പിടിച്ച് കിടക്കുകയാണ്. അപ്പം എനിക്ക് കുറച്ച് വെറൈറ്റി പിടിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ അച്ഛനെ അമ്മേനെയും കണ്ടില്ലേ, എവിടെ പോയാലും ഇവർക്ക് ഇത് മാത്രം മതി. പിന്നെ ഒരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ചട്ടിച്ചോറാണ് ഓർഡർ ചെയ്തത്. അല്ലെങ്കിൽ ഇതേ സാധാ പോലെ തന്നെ അമ്മനെ പോലെ തന്നെ മീൽസ് ഓർഡർ ചെയ്ത് അവിടെ ഇരുന്നേനെ. ഇന്നെന്തോ അച്ഛന് ചട്ടിച്ചോറ് കഴിക്കണം എന്ന് തോന്നിയിട്ട് അച്ഛൻ ചട്ടിച്ചോറാണ് ഓർഡർ ചെയ്തിട്ടോ. ഞാനാണെങ്കിൽ കൊറിയൻ ബർഗർ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു എന്താ പിന്നെ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ. അവിടെ ആക്ച്വലി കൊറിയൻ ഏതോ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ കാണാനൊന്നും പറ്റിയില്ല. കാരണം ഞങ്ങൾ പറഞ്ഞില്ല നേരെ ഫുഡ് കോർട്ടിലേക്കാണ് പോയത്. പക്ഷേ ഫുഡ് കോർട്ടിലല്ല, വേറെ ഏതോ ഫ്ലോറിലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഫുഡ് കോർട്ടിലായിരിക്കുന്നതായിരുന്നു, പക്ഷേ അല്ല. കുഴപ്പമില്ല, കൊറിയൻ ബർഗർ ഉണ്ടല്ലോ, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബിഗീസ് ബർഗറിന് ഒരു കൊറിയൻ ബർഗർ വാങ്ങിച്ചു. പിന്നെ ഓരോ ഷേക്കാണെന്ന് തോന്നുന്നു, എൻ്റെ ഇപ്പോൾ അങ്ങനെ ഓർമ്മ വരുന്നില്ലല്ലോ ഈശ്വര. ഓരോ ഷേക്ക് വാങ്ങിച്ചു, പിന്നെ ഫ്രൈസും വാങ്ങിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു ഇത് നല്ല സ്പൈസി ആയിരിക്കുമോ എന്ന് ചോദിച്ചു. ഏറ്റവും കൂടുതൽ സ്പൈസി എന്താ, എനിക്ക് സ്പൈസി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം സ്പൈസി ആണെന്നൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടോ. അപ്പം ആക്ച്വലി ബർഗറിൻ്റെ സൈസ് ഞാൻ കുറച്ചും കൂടി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, ഇതിനെക്കാട്ടും കുറച്ചുകൂടി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ടേസ്റ്റ് നല്ല അടിപൊളി ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ക്ഷമിച്ചു. സൈസിൻ്റെ കാര്യത്തിൽ ഞാൻ ക്ഷമിച്ചു. ഭയങ്കര സ്പൈസി ആണെന്ന് വെച്ചാൽ അല്ല, ഒരു ചെറുതായിട്ടൊരു സ്പൈസി ടാങ്കി ആ ഒരു ഇതാണ്. മറ്റേ കൊറിയൻ സോസ് ആ ഒരു ഇതിൽ ചെറുതായിട്ടൊരു സ്പൈസി ടാങ്കി അങ്ങനത്തെ ഒരു ഫ്ലേവറാണെന്നു. പക്ഷേ കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെട്ടു. നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ ഗ്ലമ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് എടുത്ത് കഴിച്ച് അങ്ങനെ അങ്ങോട്ട് കുടിക്കുക, ഫ്രൈസ് കഴിക്കുക. പിന്നെ അച്ഛൻ്റെ ചട്ടിച്ചോറുന്നുണ്ടല്ലോ, കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു. വിശന്നിട്ടുണ്ടല്ലോ. ഇപ്പം നട്ടപ്പാതിരയ്ക്ക് ഇരുന്നിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. നട്ടപ്പാതിരയ്ക്ക് പെട്ടെന്ന് എനിക്ക് വ്ളോഗ് ഇടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് വന്ന് നിൽക്കുകയാണ് ഇവിടെ. അപ്പോൾ ബർഗറിൻ്റെ കാര്യം ബീഫിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കൂട്ടിയായിരുന്നു. മൈ ഗോഡ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ബീഫിൻ്റെ പീസ് എടുത്ത് കഴിക്കുന്നു, പൊട്ടറ്റോ ഫ്രൈസ് എടുത്ത് കഴിക്കുന്നു. ബീഫിൻ്റെ പീസ് പിന്നീട് എടുത്ത് കഴിക്കുന്നു, പൊട്ടറ്റോ ഫ്രൈസ് എടുത്ത് കഴിക്കുന്നു. ആ കോമ്പിനേഷൻ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. പിന്നെ ഈ ഓറിയോ ഷേക്കും കൂടി കുടിച്ചപ്പോഴേക്കും സന്തോഷഭരിതം. പിന്നെ ബാക്കിയുള്ള സോസ് എടുത്തോണ്ട് പോയില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണല്ലോ, അപ്പോൾ അതും എടുത്ത് ബാഗിൽ വെച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ ഗെയിമിംഗ് സ്ഥലം കണ്ടില്ല, അങ്ങോട്ടേക്ക് അങ്ങോട്ട് പോകുക കേട്ടോ. അപ്പം ഇത് കണ്ട ഈ സാധനമാണ് അന്ന് മലേഷ്യയിൽ പോയിട്ട് എൻ്റെ കുറേ കാശ് നഷ്ടപ്പെടുത്തിയത്. ഇത് ആ ക്ലോ മെഷീൻ അങ്ങോട്ട് മര്യാദയ്ക്ക് വരില്ല, നമുക്ക് ഒരു സാധനം കിട്ടില്ല. പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ ഞാൻ എന്തായാലും നിന്നില്ല. എനിക്ക് വയ്യ വെറുതെ കാശ് കളയാൻ വേണ്ടിയിട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ്റൂം പോയി തിരിച്ചെന്നപ്പോഴേക്കും അച്ഛനും അമ്മേനെ കാണുന്നില്ല. നോക്കിയപ്പോൾ ഇവരിങ്ങനെ ഒരുമാതിരി ചെറിയ പിള്ളേരെ പോലെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊക്കെ ഭയങ്കര ഫാസിനേഷൻ ആയിരുന്നു ഈ സാധനങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. ഇതെന്താ ചാതനം എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ നല്ല ക്യൂരിയോസിറ്റി ആയിരുന്നു ഇവർക്കെല്ലാം കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ കേട്ടണം ഒരു ദിവസം മെയിനായിട്ട് കൊണ്ടുവന്ന് എല്ലാത്തിനും കയറ്റി കളിപ്പിക്കണം അവർ രണ്ടുപേരും കൂടിയിട്ട്. അപ്പോൾ നല്ല രസമായിരിക്കും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പം താഴെ മൈക്ക് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ലുലു കണക്റ്റിലേക്ക് നമ്മൾ പോകും. ഈ ലുലു ഫാഷൻ സ്റ്റോറിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് ലുലു കണക്റ്റിലേക്ക് അയക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കിയിരുന്നു. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റിക്കാരനെ തെറി പറഞ്ഞതല്ല, ആക്ച്വലി അയാൾ വളരെയധികം മാന്യമായിട്ട് പറഞ്ഞു ഇവിടെ ഫോട്ടോഗ്രാഫി നോട്ട് അലൗഡ് എന്നുള്ളത്. അപ്പം ഞാൻ ഓക്കെ ശരി എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് കയറി. അപ്പം അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളത് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ നട്ടപ്പാതിരി ആയതുകൊണ്ട് എനിക്കിപ്പോൾ പോയി എടുക്കാനും പറ്റില്ല.
എന്തായാലും കയറി ഉടനെ തന്നെ അവിടെ ഇങ്ങനെ മറ്റേ കുഷ്യനില്ലേ, കുറച്ച് നല്ല ഭംഗിയുള്ള കുഷ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ, മറ്റേ സോഫ കുഷ്യൻസ്. അപ്പം അതെടുത്തപ്പോൾ വാങ്ങിച്ചു. പിന്നെ ഒരു പില്ലോ വാങ്ങിച്ചു. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്ലാങ്കറ്റ് ഉണ്ടായിരുന്നു, അതും കൂടി വാങ്ങിച്ച്. എന്നിട്ട് ഇതൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ലുലു കണക്റ്റിലേക്ക് പോകുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മൈക്ക് ചോദിച്ചു, കിട്ടിയില്ല. വളരെയധികം സങ്കടകരമായ ഒരു അവസ്ഥയായിരുന്നു അത്. കാരണം എനിക്ക് മൈക്ക് കിട്ടിയേ മതിയായിരുന്നുള്ളൂ അന്ന് ഞങ്ങൾ പോയ സമയത്ത്. പക്ഷേ കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ചും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയപ്പം പ്രിൻ്റർ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് പ്രിൻ്ററിൻ്റെ വളരെയധികം അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ വീട്ടിലുള്ള എല്ലാവർക്കും പ്രിൻ്ററിൻ്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പ്രിൻ്റർ വാങ്ങിച്ചു. ക്യാനൻ്റെ പ്രിൻ്ററാണ്, അതിൽ സ്കാനിങ്ങും കളർ പ്രിൻ്റ് എല്ലാം കിട്ടുന്ന നല്ലൊരു അടിപൊളി സാധനം. അപ്പം അതങ്ങോട്ട് വാങ്ങിച്ചു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു, ഈ സാധനങ്ങളൊക്കെ കാറിലേക്ക് കൊണ്ടുപോയി വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കയറി വന്നിട്ട് നേരെ പോയത് എങ്ങോട്ടേക്ക്, സൂപ്പർ മാർക്കറ്റിലേക്ക്, ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് ഞങ്ങൾ പോയത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോണ്ടല്ലോ, എൻ്റെ ദൈവമേ, ഇങ്ങനെ എന്തെടുക്കും എന്നുള്ളൊരു ത്വരയായിരുന്നു എനിക്ക് എപ്പോഴും ഉള്ളതാണ്. എന്നെപ്പോലെ തന്നെ ഉള്ളതാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും, പ്രത്യേകിച്ച് എൻ്റെ അമ്മയ്ക്കും. എന്താണെന്നറിയില്ല, ഇത് കയറി കഴിഞ്ഞപ്പം അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു. അച്ഛനും ഇങ്ങനെ ചറപറ അവിടുന്ന് ഇവിടുന്നൊക്കെ നോക്കി ഇതുകൊള്ളാം ഞങ്ങളങ്ങനെ എടുത്ത് നിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഇത് കണ്ടില്ലേ, ഇത് ആക്ച്വലി വീട്ടിൽ പൂച്ചേനെ കയറ്റിക്കഴിഞ്ഞാൽ കാല് വെട്ടും എന്ന് പറഞ്ഞ 2 വ്യക്തികളാണ് ഇപ്പം ക്യാറ്റ് ഫുഡ് എടുത്ത് നോക്കിയിട്ട് ഇതിൻ്റെ അകത്ത് എത്ര ശതമാനം ന്യൂട്രീഷൻ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ടോ, ഞങ്ങളുടെ മീനാച്ചിക്ക് ഇത് ഇഷ്ടപ്പെടുമോ, ഫ്ലേവർ ഇഷ്ടപ്പെടുമോ എന്ന് നോക്കുന്നത് കാണുന്നുണ്ടോ. ഇത് എല്ലാ അച്ഛനമ്മമാരുടെ സ്റ്റോറി, പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവർ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമല്ല. മെയിനായിട്ട് കുറേ സമയം ചിലവഴിച്ചത് എവിടെയാണെന്നറിയാം, ഈ സെക്ഷനിൽ മീനാച്ചിക്ക് വേണ്ടിയിട്ടുള്ള, ഞങ്ങളുടെ മീനാച്ചിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് തിരഞ്ഞെടുക്കൽ സെഷനിലായിരുന്നു ഇവരിങ്ങനെ മെയിനായിട്ട് ഇങ്ങനെ എന്താല്ലേ. ഓഹോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും കുറേ ചുറ്റി വളഞ്ഞ് കുറേ സാധനമൊക്കെ വാരി വരച്ച് എടുത്തിട്ട് ഫൈനലി ഞങ്ങൾ നമ്മുടെ ആ ഭാഗത്തേക്ക് ഈ തിന്നുന്ന സാധനത്തിലേക്ക് എത്തിയിട്ടോ. തിന്നുന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോൾ മെയിനായിട്ട് എന്നെ സ്ട്രൈക്ക് ചെയ്തത് ഈ ഒരു സാധനം തന്നെയാണ്, ചോക്ലേറ്റ് സമൂസ. ഇത് ഉണ്ടാക്കിയവർക്കെതിരെ ഞാൻ കേസ് കൊടുക്കാൻ പോകാം, പറ്റില്ല. ഇത് ഞാൻ സ്റ്റോറി ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതേപോലെ തന്നെ വികാരമുള്ള കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനൊക്കെ ഉണ്ടല്ലോ ചോക്ലേറ്റ് സമൂസയോ, ഇതൊക്കെ എന്താണ് നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് ഗൈസ്, ചോക്ലേറ്റ് സമൂസ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് പറ്റില്ല, അത് ഞങ്ങൾ എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ തൊട്ടടുത്തുള്ള ആക്ച്വലി എടുക്കായിരുന്നില്ലേ, എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് അറിയായിരുന്നു അല്ലേ. കുഴപ്പമില്ല, പിന്നെയും പോകുമ്പോൾ നമുക്ക് നോക്കാമല്ലോ, സാറില്ല പോട്ടെ. അപ്പം ഞങ്ങൾ എന്തായാലും വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഒരു എന്തൊക്കെയോ ബജിയോ കട്ട്ലേറ്റ് വാങ്ങിച്ചോ, ബജി കട്ട്ലേറ്റോ അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങാം എന്നുള്ള നിലയിലായിരുന്നു. കാരണം ആ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെയധികം ഡേഞ്ചറസ് ഏരിയ ആണ്. ബാക്കിയുള്ളത് പോലെയല്ല. ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് വാങ്ങിച്ചെടുക്കാമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ അധികം നേരം നിൽക്കാതെ ഞങ്ങൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയായിരുന്നു. എന്നിട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് ഞങ്ങൾ മനസ്സിലായത് ഇത്രക്കൊക്കെ സമയം വൈകിട്ടുണ്ടായിരുന്നു എന്ന്. ഈ ഹൈപ്പർ മാർക്കറ്റിൻ്റെ പുറത്തിറങ്ങിയപ്പോഴാണ് ഞങ്ങൾ ടൈം നോക്കുന്നത്. ആക്ച്വലി ഹൈപ്പർ മാർക്കറ്റിൻ്റെ പുറത്തിറങ്ങിയപ്പോഴാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടല്ലോ, സമയം എവിടെയാ എങ്ങനെയാണ് പോയതെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. അതും ഞങ്ങൾ ആകെ കൂടെ പോയത് എവിടെയാണ്, മുകളിൽ ഫുഡ് കോർട്ട് പോയി, അത് കഴിഞ്ഞിട്ട് ലുലു കണക്റ്റിൽ അവിടെ പോയി, പിന്നെ ഈ ഹൈപ്പർ മാർക്കറ്റിൽ പോയി. അപ്പം ഞങ്ങൾ ഇത് പകുതി പോലും ഞങ്ങൾ കണ്ടു തീർത്തിട്ടില്ല. അത് ആലോചിച്ചിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്, ഇത്രയും നേരം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ചിലവഴിച്ചിട്ട് ഇതിൻ്റെ മൊത്തം കണ്ടു തീർക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത്. കുഴപ്പമില്ല, ഇനി വരാലോ. പിന്നെ ഇത് കണ്ടില്ലേ, സാധനങ്ങളൊക്കെ എനിക്ക് തന്നിട്ട് രാജാവ് രാജ്ഞി അങ്ങനെ നടക്കന്നെ, ഞാനിങ്ങനെ ബാക്കിൽ ഉന്തിക്കൊണ്ട് നടക്കുന്നു. എന്താ ചെയ്യുക, സാരല്ല, കുറേ കാശൊക്കെ ഇറക്കിയതാണല്ലോ. അപ്പം പിന്നെ കുറച്ച് കൈസഹായമൊക്കെ നമ്മളും ചെയ്ത് കൊടുക്കേണ്ടതാണല്ലോ. നമ്മൾ അത്ര വലിയ കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തൂക്കിയെടുത്ത് അങ്ങോട്ട് ചുമരത്തേക്ക് 2 എണ്ണം കൂടിയിട്ട് അത് കുഴപ്പമില്ല. സഹായം ഒരു എന്താ പറയുക, ഹെൽപ്പിംഗ് ആൻഡ് ഓർഗനൈസേഷൻ, ഞാനത് ഉന്തിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ആ കാറിലേക്ക് എത്തിയിരിക്കുകയാണ്. മൈക്ക് കിട്ടിയില്ല എന്ന സങ്കടം ഉണ്ട്, പക്ഷേ എന്നാലും കുഴപ്പമില്ല. അതുക്കും മേലെ എന്തൊക്കെയോ സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചതെന്ന് ഇനിയിപ്പോൾ ബില്ല് നോക്കി മനസ്സിലാക്കണം. കാരണം ഒരു ഓർമ്മയില്ല, അങ്ങനെയും വാരിക്കോരി ഇട്ടതാണല്ലോ. അപ്പം വളരെയധികം ടയർഡാണ്. എത്ര സമയം, ഞാൻ പറഞ്ഞില്ലേ, സമയം പോയത് അറിഞ്ഞതേ ഇല്ല. ശരിക്കും ഞങ്ങളൊരു ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ട് ഒരു 11-12 ഇറങ്ങിയിട്ട് ഞങ്ങളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത് 5-6 മണിയൊക്കെ ആയി തോന്നുന്നു ആ സമയത്ത്. അപ്പോൾ അത്രയും ടയർഡായിട്ടുണ്ട്. ഇനി വീട്ടിൽ പോയി കിടന്നാൽ മതി എന്നായി. എന്തായാലും വളരെയധികം സംഭവപരമായ ലുലു മോൾ കറക്കം കഴിഞ്ഞ് ഒരു വിക്ടറി പോസൊക്കെ ഇട്ടിട്ട് നമ്മളിതാ വീട്ടിലേക്ക് പോവുകയാണ്.